ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദ പിങ്കിയോട് അറിയാതെ പറഞ്ഞു പോവുകയാണ്, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്തും വിട്ടു തരുമെന്ന്. ഇത് കേട്ടാ പിങ്കി ചോദിക്കുകയാണ്, ഓ അപ്പോൾ നീ എന്തും വിട്ടു തരും നന്ദ? അതെ, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്തും വിട്ടു തരുമെന്ന്. ഇത് കേട്ട പിങ്കിയാണെങ്കിൽ വീണ്ടും സംസാരിക്കുകയാണ്, പറയാം, എനിക്ക് എന്താണ് നീ വിട്ടു തരേണ്ടതെന്ന് ഞാൻ പിന്നീട് പറയാം, ആവശ്യമുള്ളപ്പോൾ ഞാൻ നിന്നോട് പറയാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്കും ഗൗതത്തിനും ഭയങ്കര ഒരു ടെൻഷൻ തോന്നുകയാണ്. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചാ. ഇതേ സമയം തന്നെ ഇന്ത്യവരത്തിൽ കാണിക്കുകയാണ് നമ്മുടെ ലക്ഷ്മിയെ. എല്ലാവരും തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ നടക്കുകയാണ്. കാരണം ഈ പവിത്രയുടെ അച്ഛൻ വരികയാണല്ലോ, അതിനെക്കുറിച്ച് ഓർത്തിട്ട്. അപ്പം ലക്ഷ്മിയോട് ചോദിക്കണം, എന്താ ലക്ഷ്മി ഇത്, ഞാൻ എന്താണ് ഈ കാണുന്നത്, നീ വിളിക്കുന്നില്ലേ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല, ആരും എടുക്കുന്നില്ലല്ലോ ഫോണ്, പിന്നെ എന്ത് ചെയ്യാനാണ്? ഒരു അത്യാവശ്യ സമയത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഫോൺ എടുക്കില്ല. ദേ, എനിക്ക് സംസാരിക്കേണ്ടത് ഗൗതത്തോടും നന്ദയോടും മാത്രമാണ്. കാരണം പിങ്കിയുടെ ആ ചിറ്റയും ഈ കാര്യത്തെക്കുറിച്ച് അറിയരുത്. അതെന്താ? അവർ ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ കാര്യത്തെക്കുറിച്ച് അറിയണ്ട, അതാണ് നല്ലത്. അവരറിഞ്ഞിട്ടുണ്ടെങ്കിലേ എല്ലായിടത്തും നാട്ടിൽ മുഴുവൻ പാട്ടാക്കും. അതുകൊണ്ടാണ് അവർ ഈ കാര്യത്തെക്കുറിച്ച് അറിയേ ചെയ്യരുത്. നന്ദയോടും അതേപോലെ തന്നെ ഗൗതത്തോടും എനിക്ക് പ്രത്യേകമായിട്ട് സംസാരിക്കാനുണ്ട് എന്ന് പറയുകയാണ്. എന്തായാലും അവർ വരട്ടെ, അവർ വന്നാലല്ലേ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. അവരിനി എപ്പോൾ വരാനാണ് ദൈവമേ, ഈ കുടുംബത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്, ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇനി ഇതെങ്ങനെ സോൾവ് ആക്കും? പക്ഷേ എന്തായാലും അയാളെ ഞാൻ വെറുതെ വിടില്ല, ആ രത്നാകരനില്ലേ, അയാളെ ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്നിങ്ങനെ സംസാരിക്കണം. അപ്പോഴാണ് ദേ വരുന്നത് നമ്മുടെ ഗൗതവും നന്ദയും. അപ്പോൾ ഗൗതത്തോടും നന്ദയോടും ചോദിക്കണം, നിങ്ങൾ ഇത്ര നേരത്തെ എവിടെയായിരുന്നു? എത്ര നേരമായി കാത്തിരിക്കുന്നത്? നിങ്ങളോടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ്. എന്ത് കാര്യമാണ് വല്യമ്മേ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതാ പവിത്രയുടെ അച്ഛൻ വരുന്നുണ്ട്. അതിനെന്നോ? പവിത്രയുടെ അച്ഛൻ ഇവിടെ വരുന്നെന്ന് വിചാരിച്ച് എന്താണ് കുഴപ്പം? അയാളും ഈ വീട്ടിലെ ബന്ധുക്കാരനല്ലേ? ബന്ധുക്കാരനോ? ദേ ഗൗതം, നീ കാര്യങ്ങൾ അറിയാതെയാണ് ഈ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാര്യങ്ങളൊന്നും അറിയാതെയല്ല സംസാരിച്ചത്, കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പവിത്രയുടെ അച്ഛൻ ഇവിടെ വരുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം സംഭവിക്കാൻ പോകുന്നത് വല്യമ്മേ? എടോ ഗൗതം, അവനെക്കുറിച്ച് നിനക്കറിയില്ലേ? ദേ, അയാള് മഹാവൃത്തികെട്ടവനാണ്. അതും പറഞ്ഞ് 10 പൈസയ്ക്ക് വകയില്ലാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് അയാൾ. അത് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ വല്യമ്മേ. കാരണം പിങ്കിയുടെ അച്ഛൻ ഇവിടെ വരുന്നില്ലേ? പിങ്കിയുടെ അച്ഛനെ പോലെയാണോ അയാൾ? അയാളോട് പ്രശ്നം ഉണ്ടാക്കാൻ വരികയാണ്. എന്താ? പിങ്കിയുടെ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കാനല്ലേ വന്നത്? ഇവിടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി പിങ്കിയുടെ അച്ഛൻ? അപ്പം നിങ്ങളാരും ഒരുപാട് എതിർത്ത് സംസാരിച്ചൊന്നുമില്ലല്ലോ. പിന്നെന്താ, പവിത്രയുടെ അച്ഛൻ വന്നാൽ മാത്രം നിങ്ങൾക്ക് പ്രശ്നം? ഗൗതം, നീ വീണ്ടും ഇത് തന്നെ സംസാരിക്കുന്നത്. ഈ പവിത്രയുടെ അച്ഛനെ പോലെ ഒരാളല്ല പിങ്കിയുടെ അച്ഛൻ. പവിത്രയുടെ അച്ഛൻ എവിടെ നിൽക്കുന്നു, പിങ്കിയുടെ അച്ഛൻ എവിടെ നിൽക്കുന്നു? പവിത്രയുടെ അച്ഛൻ്റെ വല്ല ഗതിയുണ്ടോ? ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഓരോ കാട്ടായങ്ങളും. കാരണം എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ വ്യത്യസ്തമായിട്ട് കാണുന്നത്? എല്ലാവരെയും ഒരേപോലെ കാണുക. പണമില്ലാത്തവന് വേറൊരു രീതി, പണമുള്ളവന് വേറൊരു രീതി. എന്തായാലും പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന ഒരാളാണ്. അയാളെ ബന്ധുവായിട്ട് തന്നെ കാണണം, അല്ലാതെ അയാളെ പുച്ഛിച്ച് തള്ളുകയല്ല വേണ്ടത് അമ്മായി എന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വളരെയേറെ ബുദ്ധിമുട്ട് തോന്നുകയാണ്. ഗൗതം അതേ രീതിയിലാണ് ഈ അമ്മായിയോട് സംസാരിച്ചത്. എനിക്കിതിൽ ഒന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം അത് പവിത്രയുടെ അച്ഛനാണ്, പവിത്രയെ കാണാനാണ് വന്നിരിക്കുന്നത്. ദേ, സ്വന്തം അച്ഛൻ വരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ട് പറ്റുമോ? അതുകൊണ്ട് എനിക്കൊന്നും പറയാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് വാ നന്ദ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതവും നന്ദയും നേരെ അകത്തേക്ക് കയറിപ്പോവുകയാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു പോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതി അമ്മായിക്ക് ആകെ അരിശയം വരികയാണ്. കണ്ടോ, ഗൗതം പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ? എന്താ ഇവിടെ നടക്കുന്നത്? പക്ഷേ ഒരു കാര്യമുണ്ട്, രത്നാകരൻ ഇങ്ങോട്ട് വരട്ടെ. അയാൾക്കുള്ള പണി ഞാൻ ശരിക്കും വെച്ചിട്ടുണ്ട്. ഗൗതം എന്ത് പറഞ്ഞാലും ഞാൻ അയാളെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തെയാണ്. അപ്പോൾ ഗൗതം യൂണിഫോം എല്ലാം മാറിയിട്ട് റൂമിലിങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നന്ദ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ഗൗതം സാർ, ഇതെന്താ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി വരാത്തത്? കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുന്നതല്ലേ, പിന്നെ എന്തു പറ്റി? ഒന്നുമില്ല നന്ദ, എനിക്ക് വിശക്കുന്നില്ല, എനിക്കൊന്നും വേണ്ട നന്ദ. അതെന്താ ഗൗതം സാർ, എന്താ അങ്ങനെ പറഞ്ഞത്? പിങ്കിയുടെ കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടാണോ? അതെ, പിങ്കിയുടെ കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് തന്നെയാണ്. എന്താ കാര്യം? അതെ,
പിങ്കി വെറുതെ ഒന്നും സമ്മതിച്ചതല്ല അതിൽ സൈൻ ചെയ്യാന്ന്. ഒരു നിബന്ധന പിങ്കി വെച്ചായിരുന്നു. ഇത് കേട്ട് നമ്മുടെ നന്ദ നിബന്ധനയോ? എന്ത് നിബന്ധന? അത് വേറൊന്നുമല്ല, ഞാൻ പിങ്കിയോടൊപ്പം രാമേശ്വരത്ത് ചെല്ലണമെന്ന്, അവളെയും കൊണ്ട് രാമേശ്വരത്ത് ചുറ്റി നടക്കണമെന്ന്, ക്ഷേത്രത്തിൽ പോകണമെന്നൊക്കെയാണ് അവൾ എൻ്റെ മുന്നിൽ വച്ച നിബന്ധന. ഇനി അവളെയും കൊണ്ട് എനിക്ക് പോകാതിരിക്കാനായിട്ട് പറ്റും. ഇത് കേട്ട് നന്ദ ആദ്യമൊന്നും ഞെട്ടുകയാണ്. അതിനുശേഷം, ഓ അപ്പോൾ അങ്ങനെയാണല്ലേ പിങ്കി വെച്ച നിബന്ധന? അതെ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല നന്ദ. നമ്മുടെ കുഞ്ഞിൻ്റെ ആ ആരോഗ്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് എനിക്ക് അങ്ങനെയൊന്നും സമ്മതിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അവൾ എന്തെല്ലാം ചെയ്തു കൂടുന്നത്. ആ കുഞ്ഞിനെ പോലും ചിന്തിക്കാതെ അവൾ ആ ലോക്കപ്പിൽ കിടക്കാനായിട്ട് ഉദ്ദേശിച്ചല്ലേ. ആ കുഞ്ഞിനെ വരെ എന്തിനാണ് ദ്രോഹിക്കുന്നത്? ജനിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിനെ കൊണ്ട് ലോക്കപ്പിൽ കിടത്തുന്നത് വളരെ മോശമായ കാര്യമല്ലേ. അതുകൊണ്ടാ ഞാൻ ഈ കാര്യത്തിന് സമ്മതിച്ചത് നന്ദ. തന്നെ ഞാൻ വഞ്ചിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ നന്ദ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല ഗൗതം സാർ. എന്താ ഗൗതം സാർ ഇങ്ങനെ പറയുന്നത്? എന്നെ ഗൗതം സാർ വഞ്ചിക്കോ? ഇല്ലല്ലോ. പിന്നെ ഗൗതം സാർ ഇങ്ങനൊരു ഗതികെട്ടൊരവസ്ഥ നിൽക്കാനുള്ള കാരണം ഞാൻ തന്നെയല്ലേ? എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ലേ? ഗൗതം സാറിന് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് എനിക്ക് കഴിവില്ലല്ലോ. അതുകൊണ്ടല്ലേ ഒരു വാടക ഗർഭം നമുക്ക് എടുക്കേണ്ടി വന്നതും ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നതും. അതെല്ലാം എൻ്റെ തെറ്റാണ് ഗൗതം സാർ. എനിക്ക് ഒരിക്കലും ഗൗതം സാറെ അവിശ്വസിക്കാനായിട്ട് പറ്റില്ല. ഗൗതം സാർ പിങ്കിയെ കൊണ്ട് പോയിക്കോ, എവിടെ വേണമെങ്കിലും പോയിക്കോ. പക്ഷേ ഒരിക്കലും ഞാൻ ഗൗതം സാറെ അവിശ്വസിക്കില്ല. എൻ്റെ ഗൗതം സാർ എനിക്ക് വിശ്വാസമാണ്, പൂർണ്ണ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, പിങ്കി എവിടെ പോകാനാണ് ആവശ്യപ്പെടുന്നത് അവിടെയൊക്കെ ഗൗതം സാർ പോയിക്കോ. അതിന് ഞാനൊരു എതിർപ്പ് നിൽക്കില്ല. അപ്പോൾ നന്ദയുടെ നാവിൽ നിന്നും അങ്ങനൊരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിന് വളരെയേറെ സന്തോഷം തോന്നുകയാണ്. അങ്ങനെ ഗൗതം നന്ദയെ ചേർത്ത് അങ്ങോട്ട് പിടിക്കുകയാണ്. നിന്നെപ്പോലെ ഒരു ഭാര്യയെ കിട്ടിയത് എൻ്റെ മഹാഭാഗ്യമാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് നന്ദയെ ചേർത്ത് പിടിക്കുന്നത്. പക്ഷേ നന്ദയ്ക്കും അത് വളരെയേറെ ആശ്വാസം തോന്നുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഈ ചിറ്റ ഈ പിങ്കിയോട് കാര്യങ്ങൾ പറയുകയാണ്. എന്നാലും എൻ്റെ പിങ്കി, നീ ആ കറക്റ്റ് സമയത്താണല്ലോ ആ പോയിന്റ് എടുത്തിട്ടത്. ഏതായാലും നന്നായി. ഗൗതത്തെ കൊണ്ട് നിനക്ക് രാമേശ്വരത്തിൽ പോകാനായിട്ട് പറ്റുമല്ലോ. അല്ല, രാമേശ്വരത്ത് വെച്ചായിരുന്നല്ലേ നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്? അതെ ചിറ്റേ, രാമേശ്വരത്ത് വെച്ചാണ് ഞാനും ഗൗതവും ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും ഞങ്ങൾ തമ്മിലുള്ള പ്രണയം കൈമാറിയതും അവിടെ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു സ്ഥലം ഒരിക്കലും എനിക്ക് മറക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഗൗതത്തോട് എൻ്റെ കൂടെ രാമേശ്വരത്ത് വരണമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഇരിക്കെ ഞാൻ ഗൗതം സാർ രാമേശ്വരത്ത് നിന്ന് പോയി അങ്ങനെ എല്ലാം മറന്നൊരവസ്ഥയിലായിരുന്നു. പക്ഷേ എങ്ങനെയോ വീണ്ടും എനിക്ക് ഈ കുടുംബത്തിലേക്ക് വന്ന് കയറേണ്ടി വന്നു അർജുൻ്റെ ഒപ്പം. ഇത് കേട്ട നമ്മുടെ ചിറ്റിയാണെങ്കിൽ, ഞാൻ നിൻ്റെ അമ്മ പറയുന്നതായിട്ട് ഓർക്കുന്നുണ്ട്. എൻ്റെ മോളുടെ ജീവിതം രക്ഷപ്പെട്ടു. നീ ഇപ്പോൾ അർജുനായിട്ട് വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കഴിയുന്നത്. ആണോ പിങ്കി? നീ അർജുൻ്റെ ഒപ്പം സന്തോഷത്തോടു കൂടി തന്നെയാണോ കഴിഞ്ഞത്? സത്യം പറഞ്ഞാൽ അതെ. എല്ലാം മറന്ന് ഞാൻ അർജുൻ്റെ ഒപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു വരികയായിരുന്നു. അതിനിടയിലും ആ നന്ദയില്ലേ, ആ അവള് എൻ്റെ ലൈഫിൽ കയറി കളിച്ചു. അതുകൊണ്ടാ എനിക്കിങ്ങനൊരു അവസ്ഥ വരാനുള്ള കാരണം. പക്ഷേ എന്നാലും നന്ദയുടെ ജീവിതത്തിൽ കയറി കളിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ വീണ്ടും ഞാൻ ഗൗതത്തെ കണ്ടുമുട്ടി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണ്, ഗൗതത്തിനോടുള്ള എൻ്റെ മനസ്സിലെ സ്നേഹം ഒരിക്കലും കുറയില്ല എന്ന്. ഞങ്ങൾ തമ്മിലാണ് ചേരേണ്ടതെന്നും അപ്പം എനിക്ക് മനസ്സിലായ കാര്യമാണ് ചിറ്റേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അതേ മോളെ, നീ പറഞ്ഞത് വളരെയേറെ സത്യമായ കാര്യം തന്നെയാണ്. നീ ധൈര്യമായിട്ട് ഗൗതത്തിൻ്റെ കൂടെ പോയിക്കോ. എന്നിട്ട് അവിടെ വെച്ച് നീയും ഗൗതമും തമ്മിൽ അടുക്കണം. അതിനുവേണ്ടി ആയിരിക്കണം നിങ്ങളുടെ ഈ യാത്ര. ഒരിക്കലും നിന്നെ വിട്ടുപിരിയാനാവാത്ത വിധം ഗൗതത്തോട് നീ അടുക്കുക തന്നെ ചെയ്യണം. പിന്നെ ഗൗതത്തിൻ്റെ കുഞ്ഞല്ലേ നിന്റെ വയറ്റിൽ കിടക്കുന്നത്. അപ്പോൾ ഗൗതത്തെ കൂടെ നിർത്തേണ്ടതും നിന്റെ കടമയാണ് പിങ്കി. അതിനല്ലാതെ നീ ആ രാമേശ്വരം വിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. നിങ്ങൾ രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ജീവിക്കണമെന്ന് കാണുന്നതാണ് ഈ ചിറ്റയുടെ ആഗ്രഹം. ഇത് കേട്ട് നമ്മുടെ പിങ്കിയാണെങ്കിൽ, അതെ ചിറ്റേ, അതിനു വേണ്ടി തന്നെയാണ് ഞാൻ രാമേശ്വരത്തേക്ക് പോകുന്നത്. ഗൗതത്തെ എനിക്ക് പിടിച്ചെടുക്കണം. എൻ്റെ ഗൗതത്തെ എന്നിലേക്ക് ചേർത്ത് നിർത്തണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി അനാവശ്യമായ കാര്യങ്ങൾ മുഴുവൻ ഈ ചിറ്റയോട് പറയുകയാണ്. കൂട്ടുനിൽക്കാൻ ചിറ്റയും. പിന്നീട് കാണിക്കുന്നത് ഇന്ത്യവരത്തിലെ ആണുങ്ങളെല്ലാവരും കൂടി സംസാരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ അരുന്ധതി അമ്മായിയും, എടോ തൻ്റെ ബന്ധുക്കാരൻ വരികയല്ലേ,
പിന്നെ എന്തിനാണ് പോകുന്നത്? ഓ, ബന്ധുക്കാരൻ. അയാൾ വരട്ടേന്നേ. അയാൾ വരുമ്പോഴേ നമ്മൾ ആരാണെന്നൊക്കെ കാണിച്ചു കൊടുക്കും. എന്ത് കാണിച്ചു കൊടുക്കാനായിട്ട് പോകുന്നു? നമ്മുടെ പഴയ പ്രൗഢിത്യം. കാരണം അയാൾ വന്നു കഴിയുന്നിടത്തേ നമ്മുടെ ആ അറയിൽ ആരും കാണാത്ത വാളും പരിചയും ഒക്കെ എടുത്ത് വെച്ചിട്ടില്ലേ, അത് അങ്ങോട്ട് എടുത്ത് പ്രയോഗിക്കണം. എടാ മണ്ടച്ചാരെ, അത് പ്രയോഗിക്കാനുള്ളൊരു കഴിവും കൂടി വേണം. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ദേ, നമുക്ക് തന്നെ കിട്ടും എന്നൊരു ഇതാണ്. എന്താ മനസ്സിലായില്ല? അല്ല, വാളെടുത്തവൻ വാളാലേ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? നിനക്കറിയാൻ പാടാത്ത കാര്യം, നീ വാളെടുത്തുകൊണ്ട് ശത്രുവിൻ്റെ മുന്നിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിലേ അത് മേടിച്ചിട്ട് ശത്രു നിന്റെ കഴുത്ത് കൊയ്യോന്നാണ് പറഞ്ഞതിനർത്ഥം. മനസ്സിലായോ? ഓ, ആണോ? അങ്ങനെയാണെങ്കിൽ ഏട്ടത്തി ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. നമുക്ക് മുളകോടി പ്രയോഗം നടത്താം. മുളകോടി പ്രയോഗോ? മുളകോടി വാരി അങ്ങോട്ട് എറിഞ്ഞാൽ മതി, അയാൾ ജീവനും കൊണ്ടോടും. ഇത് കേട്ട് നമ്മുടെ ഗൗതത്തിൻ്റെ അച്ഛൻ പറയാണ്, അല്ല, എന്തിനാ പേടിക്കുന്നത്? അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അയാൾ വരട്ടെ, വന്നിട്ട് അയാൾ സംസാരിക്കട്ടെ. എന്താണ് അയാൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് തിരിച്ചറിയണമല്ലോ. അപ്പോഴാണ് ദേ വരുന്നു അരുൺ. അപ്പം അരുണിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും, മോനെ, നീ ഇത് എങ്ങോട്ട് പോവാ മോനെ? അത് പിന്നെ കട തുറക്കാൻ അച്ഛാ. അയ്യോടാ, നിന്റെ ബന്ധുക്കാരനായ അച്ഛൻ ഇങ്ങോട്ട് വരികയല്ലേ? അപ്പം പിന്നെ നീ എന്താ കട തുറക്കാനായിട്ട് പോവുകയാണോ? നിന്റെ ഫാദർ ലോവിനെ കാണുന്നില്ലേ? ഏയ് വേണ്ട, നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് കാണുന്നത്? നീയേ കട തുറക്കാൻ പോവാളേ, സത്യയോട് നീ കട തുറക്കാൻ പോവാണ്. താക്കോലെടുത്തോ മോനെ? ദേ എടുത്തു വെച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അരുണിൻ്റെ അച്ഛന് ആ താക്കോല് പിടിച്ച് മേടിച്ചിട്ട്, നീ എങ്ങോട്ടും പോകുന്നില്ല അരുണേ, നീ ഇവിടെ തന്നെ നിന്നാൽ മതി. നിൻ്റെ ഫാദറല്ലോ വരുമ്പോൾ അയാൾക്ക് എന്താ സംസാരിക്കാനുള്ളത് നിനക്ക് അറിയണ്ടേ? അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിന്നാൽ മതി. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരുണിന് പേടി തോന്നി. അപ്പോൾ അരുണിന് മനസ്സിലേക്ക് ചിന്തിക്കുകയാണ്, ദൈവമേ, ഇവർക്കെതിരെ കേസ് കൊടുക്കാനാണ് പോകുന്നതെന്ന്, കേസ് കൊടുക്കാനാണ് അയാൾ വരുന്നതെന്ന് അമ്മയോടൊന്ന് പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അരുണാകെ തമ്പിട്ട് നിൽക്കുകയാണ്. എന്ത് പറയണം, എന്ത് ചിന്തിക്കണം എന്നൊക്കെ ആലോചിച്ച് അരുണാണെങ്കിൽ വല്ലാതെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ നന്ദയും ഗൗതവും കൂടി ഇറങ്ങി വരികയാണ്. ഏതായാലും നമുക്ക് പോകണ്ടേ നന്ദ എന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല, പവിത്രയുടെ അച്ഛൻ വരുന്നതല്ലേ, വരട്ടേന്നേ. വന്നതുകൊണ്ട് എന്താ പ്രശ്നം? അല്ല, അമ്മായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ. ഇതൊക്കെയാണ് ഇവിടെ പ്രശ്നങ്ങൾ. ഇവിടെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ്, ആ പെണ്ണിൻ്റെ അച്ഛൻ ഈ കുടുംബത്തോട്ട് വരുന്നെന്ന് വിചാരിച്ച് എന്താണ് ഇപ്പോൾ പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത്? ഇവരുടെ ഇതൊക്കെ മാറ്റിയെടുക്കണം നന്ദേ, അല്ലെങ്കിൽ ശരിയാവില്ല. ഓഹോ, ഗൗതം സാറാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ കിടന്ന് ഇവിടെ വീം വിളക്കിയിട്ട് അമ്മയുടെ മുന്നിലേക്ക് ചെല്ലുന്ന കഴിയുന്നിടത്ത് ഒന്നും മിണ്ടാതെ വായടച്ച് നിൽക്കും. അല്ല, എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പവിത്രയുടെ കാര്യത്തിൽ എനിക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. അതെന്താ? അല്ല, പവിത്രയുടെ അച്ഛനാ വരുന്നത്. അപ്പോൾ അയാളുടെ ഇടയിൽ കയറി ഇടപെടേണ്ടത് അരുണാണ്, അല്ലാതെ ഞാനല്ലല്ലോ. എനിക്ക് അതിൻ്റെ കാര്യമില്ല. അപ്പം നമ്മുടെ നന്ദിയാണെങ്കിൽ എന്തായാലും പവിത്രയുടെ അച്ഛൻ വരികയല്ലേ, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പവിത്രയെ പോലെ കയറി വന്ന ഒരാളാണല്ലോ ഞാനിവിടുത്തെ മരുമകളാണല്ലോ. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ ഞാനിവിടെ ഉണ്ടായിരിക്കണ്ടേ ഗൗതം സാർ? ശരി, നിന്നോ, താനിവിടെ നിന്നോ നന്ദ. എന്നിട്ട് അതൊക്കെ കഴിയുമ്പോൾ, അയാളൊക്കെ പോയി കഴിയുമ്പോൾ നന്ദ വന്നാൽ മതി. ഞാൻ ഏതായാലും ഓഫീസിലേക്ക് ഇറങ്ങിയാണ്, എനിക്ക് ഓഫീസ് ഇട്ട് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ദേ വരുന്നു നമ്മുടെ പിങ്കി വന്നിട്ട്, ഗൗതം ഓഫീസിലേക്ക് പോവുകയാണ്. അതെ, ഞാൻ പോവുകയാണ്, എനിക്ക് ഗൗതത്തോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്. അപ്പം നമ്മുടെ നന്ദ നേരെ ചെന്നിട്ട്, എന്താ പിങ്കി, എന്താ സംസാരിക്കാനുള്ളത്? എനിക്ക് ഗൗതത്തോട് മാത്രമാണ് സംസാരിക്കാനുള്ളത്. ആണോ? ഒരു കാര്യം ചെയ്യ്, ഗൗതം സാർ പോയിക്കോ, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചോളാം. ശരി ഗൗതം സാർ. അങ്ങനെ ഗൗതം സാർ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ വീണ്ടും നന്ദ പിങ്കിയോട് ചോദിക്കുകയാണ്, എന്താ പിങ്കിക്ക് എന്താണ് ചോദിക്കാനുള്ളത്? എന്താണെന്ന് വെച്ചാൽ പറ. രാമേശ്വരത്തിൻ്റെ കാര്യമാണോ? അപ്പോൾ ഇത് കേട്ട പിങ്കി ആകെ സ്തംഭിച്ച് നോക്കുകയാണ്. എന്താ, രാമേശ്വരത്തിൻ്റെ കാര്യമാണെന്നാണ് ചോദിച്ചത്? എന്താ, ഞങ്ങളുടെ യാത്ര മുടക്കാനുള്ള പരിപാടിയാണ്? ഒരിക്കലുമില്ല, എനിക്ക് പൂർണ്ണ സമ്മതമാണ് പിങ്കി. നീ ഗൗതം സാറേയും കൊണ്ട് രാമേശ്വരത്തോ വൈകുണ്ഠേശ്വരത്തേക്കോ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ. എന്നിട്ട് നിൻ്റെ മനസ്സിന് സന്തോഷം വരുന്നത് വരെ ചുറ്റിക്കറങ്ങി നടന്നോ. എന്നിട്ട് നിങ്ങൾ വന്നാൽ മതി. എന്താ, സന്തോഷമായില്ലേ? ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? അപ്പോൾ പിങ്കി ആണെങ്കിൽ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കേണ്ടത്, എന്താ നന്ദ ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ ചിന്തിച്ച്. അപ്പം നന്ദ വീണ്ടും പറയാണ്, നിൻ്റെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്. അപ്പോൾ നീ സന്തോഷിച്ചാലല്ലേ എൻ്റെ കുഞ്ഞ് സന്തോഷിക്കുള്ളൂ. അതുകൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പിങ്കി, അതിൽ യാതൊരു തടസ്സവുമില്ല. കേട്ടല്ലോ? ഇനി ഒരു പ്രശ്നവുമില്ലല്ലോ, സന്തോഷമായില്ലേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നന്ദ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും
വെങ്കി ആകെ പെട്ടുപോയൊരവസ്ഥയിലായി പോവുകയാണ്. അങ്ങനെ പിന്നീട് പവിത്രയെ കാണിക്കണം. അപ്പോൾ പവിത്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ. ദൈവമേ, അച്ഛൻ ഇന്ന് വരുമല്ലോ, ആകെ പ്രശ്നമായല്ലോ, ഇനി അച്ഛൻ എന്തൊക്കെയാണാവോ പറഞ്ഞു കൂട്ടാനായിട്ട് പോകുന്നത്. ദൈവമേ, അച്ഛൻ പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ ഇവരോട് എല്ലാം ഇങ്ങനെ സംസാരിച്ചത്. അപ്പോൾ ദേ വരുന്നു നമ്മുടെ മോഹിനി. എടി പവിത്രേ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ എന്ന് ചോദിക്കുകയാണ് പവിത്ര. നീ എന്ത് ഭാവിച്ചാണ്? നിന്റെ അച്ഛൻ അപ്പോൾ വരുന്നത് അതിനു വേണ്ടിയാണല്ലേ? എന്തിനു വേണ്ടി? എന്ത് കാര്യം അമ്മ പറഞ്ഞത്? നിന്റെ അച്ഛൻ വരുന്നത് ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനും വേണ്ടിയാണോ? ഓ, അരുണേട്ടൻ അത് പറഞ്ഞോ? അരുണേട്ടൻ? ഓ, നിനക്ക് അരുണിൻ്റെ പേര് വിളിക്കാൻ വല്ല യോഗ്യത ഉണ്ടോടി എന്ന് ചോദിക്കുകയാണ്. അതെന്താ എനിക്ക് യോഗ്യത കുറവ്? ഓ, ഒരു യോഗ്യത 10 കാശിന് ഗതിയില്ലാത്തവളാണ്. അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയ കിടക്കോ, ആ ഒരവസ്ഥയാണ് നിനക്ക്. അതുകൊണ്ട് ഈ കുടുംബത്തിൽ കയറി ഒരുപാട് കളിക്കാമെന്ന് നീ വിചാരിച്ചല്ലേ എന്നും പറയുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.